ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്. സ്റ്റേബിൾ മണി എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ചാണ്. നിങ്ങളൊരു FD ഇടാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ആപ്പ് എന്ന് തന്നെ പറയാം സ്റ്റേബിൾ മണീനെ. നമുക്ക് iOS-ലും എന്താ പറയുക, നമ്മൾ ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ നോക്കാൻ പറ്റും. സിബിൽ സ്കോർ അല്ല, എക്സ്പീരിയൻസ് സ്കോർ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അവർ ലോൺസും അതുപോലെ തന്നെ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ എന്താ പറയുക കമ്മിങ് സൂൺ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേബിൾ മണി എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ഫിൻടെക് കമ്പനിയാണ്. നമുക്ക് അവർ ഇവരുടെ പാർട്ട്നേഴ്സായിട്ട് കുറേ ബാങ്കുകളുണ്ട്, മിക്ക എല്ലാ ബാങ്കുകളും ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ FD ഇടുമ്പോൾ നമുക്കറിയാം നമുക്ക് ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ബാങ്ക് സെലക്ട് ചെയ്യുന്ന പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ ഇവരുടെ സ്റ്റേബിൾ മണിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നമുക്ക് എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇടേണ്ടത്, നമ്മുടെ ഏജ് സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റ് തരും. അപ്പോൾ നിങ്ങൾ 1 ഇയറിന് 1 to 3 ഇയറിനൊക്കെയാണ് ഇടുന്നത് വെച്ചാൽ ഷോർട്ട് ടൈം ആണ്. അപ്പോൾ അതിന് പറ്റിയ ബാങ്ക് ഏതാ, ഏത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്ന ബാങ്ക് ഏതാന്നൊക്കെ കാണിച്ചിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മളൊക്കെ കാണിച്ചു കിട്ടാം. അതാണ് സ്റ്റേബിൾ മണിയുടെ ഒരു ഗുണം. നമുക്കിതിൽ മിക്ക എല്ലാ ബാങ്കും ഉണ്ട്. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ പ്രൊമോഷണൽ സംഭവം ഒന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ iOS-ൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ആപ്പ് വേണം, താഴെ കണ്ടോ. ഇത് ഞാനിപ്പോൾ ഡീറ്റെയിൽസ് നമ്മളൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണിലാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ മിക്ക എല്ലാ ബാങ്കുകളും ഉണ്ട്, എല്ലാം RBI ഇൻഷ്യൂർഡ് ബാങ്ക് തന്നെയാണ്. നമുക്ക് ഇതിൽ ആക്ച്വലി അവർ പറയുന്നത് FD റേറ്റ്സ് 9.21% വരെ നമുക്ക് FD കിട്ടുന്ന, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ബാങ്കുകളും സംഭവങ്ങളൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന പറയുന്നത്. നമുക്കിതിൽ എല്ലാ ബാങ്കും ഉണ്ട്. RBI ഇൻഷ്യൂർഡ് ചെയ്ത ബാങ്ക് നിങ്ങൾക്കായിരിക്കും. RBI ഇൻഷ്യൂർഡ് ചെയ്ത ബാങ്കിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 5 lakh വരെ നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് ഇൻഷ്യൂർഡ് ആണ് DICGCയുടെ. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല RBIയുടെ അണ്ടറിൽ വരാത്ത ബാങ്കുകളൊക്കെ പോയി FD സംഭവങ്ങളൊക്കെ. ഇപ്പോൾ റീസെന്റ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി സംഭവങ്ങളൊക്കെ പോയി പെട്ടില്ലേ, നല്ല ഇടിവെട്ട് ഭരണത്തിന്റെ ആൾക്കാരൊക്കെ കൂടിയിട്ട് അങ്ങനത്തെ സൊസൈറ്റിയിലും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളൊന്നും പോയി നിങ്ങളുടെ ഹാർഡ് ഏൺ മണി ഒന്നും കൊണ്ട് എടുത്തിട്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇതിൽ ഇഷ്ടം പോലെ ബാങ്കുകളുണ്ട്. ഫിൻകെയറിന്റെ ബാങ്ക് ഉണ്ട്, ഉത്കർഷ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, അതുപോലെ തന്നെ ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, ബാക്കി എല്ലാ ബാങ്കുകളും ഉണ്ട്. മെജോറിറ്റി എല്ലാ ബാങ്കുകളും ഉണ്ട് ഇതിൽ. SBI ഉണ്ട്, HDFC ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ ചുമ്മാ ജസ്റ്റ് വേണ്ട, ഞാൻ എന്തായാലും നമ്മുടെ ഒരു റെഫറൽ ലിങ്ക്, ഞാൻ നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു FD ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും സംഭവം കയറി നോക്കി നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഈസിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ FD ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവരുടെ ആ ബാങ്കിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിൻകെയറിന്റെ ബാങ്കിലാണ് ഇപ്പോൾ FD ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതിന് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലാണ്ട് തന്നെ നമുക്ക് ഇത് ഡയറക്റ്റ് ഇത് കൂടെ FD ഇടാൻ പറ്റൂട്ടാ. എല്ലാം ഡയറക്റ്റ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. ഇതിന്റെ എന്താ പറയുക, ഇവരൊന്നല്ല നമ്മുടെ മണിയൊന്നും സേവ് ചെയ്യുന്നതോ സംഭവമൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് ആക്ച്വലി സേഫ് തന്നെയാണ്, ബാങ്ക് തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കേട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും സേഫാണ്. അപ്പോൾ ഇതിൽ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആപ്പ് തുറക്കുക, അതിൽ നമ്മുടെ എന്താ പറയുക നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും KYC ഒക്കെ. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിതിൽ ഫസ്റ്റ് FD ഇടുന്നവർക്ക് 200 രൂപയുടെ ഒരു ആമസോൺ വോച്ചർ നമുക്ക് ഫ്രീ ഇടുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ KYC ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, നിങ്ങളുടെ വയസ്സ് കൊടുക്കുക, എത്ര ഇയറാണ് നിങ്ങൾ FD നോക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സംഭവം കമ്പാരിസൺ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ബാങ്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്നത് എന്നൊരു കാണിക്കും, ലിസ്റ്റ് കാണിക്കും. അതിൽ സെലക്ട് ചെയ്യുക, എമൗണ്ട് ആഡ് ചെയ്യുക, സംഭവം അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. അപ്പോൾ ഈസി പരിപാടിയാണ്. നിങ്ങളൊരു FD അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 100% അഷ്യൂർഡ് ഗ്രോത്ത് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതിൽ ഓൾമോസ്റ്റ് 32% ഹൗസ് ഹോൾഡ് സേവിങ്സ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ FD ആണ് മോസ്റ്റ്ലി 32% ആൾക്കാരും എന്താ പറയുക ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു എന്താ പറയുക കറക്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ആക്ച്വലി 34% നമ്മൾ ഇന്ത്യയിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. അതാണ് ആക്ച്വലി സംഭവം. ഇത് ആക്ച്വലി നമുക്ക് 24 മണിക്കൂർ സപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈസി വിഡ്രോവലാന്ന് പറഞ്ഞിട്ടുണ്ട്. 100% ഡിജിറ്റലാണ്, RBI ഇൻഷ്യൂർഡ് FDs ആണ്. പിന്നെ നോ ഡാറ്റ സ്റ്റോറേജ്, അതായത് നമ്മുടെ ഡാറ്റാസ് ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. പിന്നെ ഇനി ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം. നമുക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് തന്നെ വേണമെന്നില്ല ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംഭവത്തിലൊക്കെ. UPI മോഡ് സംഭവത്തിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് സംഭവം ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപയുടെ ആമസോൺ വോച്ചറും കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു FD ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 5000 രൂപ തൊട്ട് തന്നെ FD ഇടാൻ പറ്റൂട്ടാ. അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഞാൻ FD ഇടുമ്പോൾ മിനിമം 6 മാസമെങ്കിലും അത് കീപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ബാങ്കുകളും അതിന് ചാർജസും പെനാൽറ്റിക്ക് പിടിക്കും. അപ്പോൾ FD ഇടുമ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ഒരു മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു FD കാർഡാണ്. അപ്പോൾ നോർമലായിട്ട് നിങ്ങൾ FD കാർഡ് ഒരു FD ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് ബ്ലോക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആ
എമൗണ്ടിന് ഇൻട്രസ്റ്റും കിട്ടും, നമുക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് നമ്മുടെ കാർഡിലും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ വേസിൽ നമുക്കത് ബെനിഫിറ്റ് ആവും ചെയ്യട്ടെ. അപ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക ഓൾട്ടർനേറ്റീവ് എന്നാണെങ്കിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.